എന്ത് പറ്റി രാജി? ടയർ വെടിനീറും ഇവിടെ കുഞ്ഞത് തന്നെ. അയ്യോ, വീട്ടിൽ ഞാൻ എന്ത് പറയും? ഇപ്പോൾ തന്നെ അമ്മാവിന് സംശയം തോന്നി കാണും. അവരെന്നെ സംശയിക്കട്ടെ. ഈ രാത്രി നമ്മൾ എന്ത് ചെയ്യാനാ? ചട്നി ഇല്ലേ? ഞാൻ ഒരു കാര്യത്തിലും സ്റ്റെപ്പിന് കരുതാറില്ല. ഞാനൊരു ഓപ്റ്റിമിസ്റ്റാണ്. മനസ്സിലായോ? മനസ്സിലായി. അവിടെ ഒരു വിളക്ക് കാണുന്നു. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇറങ്ങ. ആരുമില്ല ഇവിടെ? എന്ത് വേണം? വരണം. ഞങ്ങൾ വഴിയാത്രക്കാരാണ്. കാറിന് കേടുപറ്റിപ്പോയി. ഇനിയിപ്പോ അതുകൊണ്ട് നന്നാക്കാൻ വഴിയില്ല. ഇന്ന് രാത്രി ഇവിടെ ഒന്ന് കഴിഞ്ഞു കൂടണം. ഇത് സത്ര ഹോട്ടലൊന്നുമല്ല, ഇതെന്റെ വീടാ. പെണ്ണുങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അതെ, നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങൾ പിക്നിക്കിന് വന്നതാണ്. പിക്നിക്കോ? അതെവിടാ അപ്പനെ? ഞാൻ പോകാത്ത സ്ഥലമൊന്നും ഈ 4 അയൽവക്കത്തും ഇല്ല. പിന്നെ ഇതെവിടാ ഈ നാട്? പിക്നിക് എന്ന് പറഞ്ഞാൽ വിനോദയാത്രയെന്നാണ് അർത്ഥം. ഓഹോ, കല്യാണത്തിന് മുൻപുള്ള ഏർപ്പാടല്ലേ? കൊച്ചുങ്ങളെ, അതിന് ഇവിടെ സ്ഥലമില്ല. നിങ്ങൾ പോ. അമ്മാവൻ അങ്ങനെ പറയരുത്. ഇവിടെ ഞങ്ങൾക്ക് ഒരു പരിചയവുമില്ല. കൊച്ചേ, നീയും ഇങ്ങനെ തുടങ്ങരുത്. പിക്നിക്ക് നടത്തിയേച്ച് ആ പിള്ളേരെ അങ്ങ് പോകും. നീ പിന്നെ വിഷമിക്കുന്നത്. ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. കാർ നന്നാക്കാനുള്ള ഒരാളെ കിട്ടിയാലും മതി. ഇതാ ഇതിരിക്കട്ടെ. ഞാൻ ചുമ്മാ കളിതമാശ പറഞ്ഞല്ലേ. ഇങ്ങോട്ട് ഇരുത്താട്ടെ. ഞാൻ ഒരു നിമിഷത്തിനകം വരാം. ഈ കഥകൾ കുറ്റിയിട്ടേക്കണം. ശരി. വണ്ടി നന്നാക്കിയിട്ട് ഞാൻ വരുവുള്ളൂ. മതി മതി. എന്തൊരു തണുപ്പ്. തലയ്ക്ക് ചൂടുള്ളത് കൊണ്ടായിരിക്കും. ഉഷയ്ക്ക് തണുക്കുന്നില്ലേ? തലയ്ക്ക് ചൂടുണ്ടെങ്കിലേ ശരീരം തണുക്കുള്ളൂ. എന്റെ തലയ്ക്ക് ചൂടില്ല. ആ കേരൻ പറഞ്ഞതാണ് സത്യം. കല്യാണത്തിന് മുമ്പുള്ള പിക്നിക് കുഴപ്പമാണ്. ഉഷേ, ആ കസേരയിൽ പോയിരിക്കണം സാറേ. ധൃതി പിടിക്കരുത്. ആ പെൺകുട്ടി ഏതാണ്? അത് ഈ ഓർഡർ ഉടമസ്ഥന്റെ മകളാണ്. സാറ് കേട്ടിട്ടില്ലേ? ചന്ദ്രശേഖരൻ നായർ, ഓഡീസൺ. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകളാണ്. പക്ഷേ ആ പെൺകുട്ടിയെ ചന്ദ്രശേഖരൻ നായർ, ഓഡീസൺ. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകളാണ്. May I dance with you? Oh, I'm sorry. It's all right. ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല. ഐ എം റിയലി സോറി. ക്ഷമ ചോദിക്കാൻ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? പരീക്ഷാമേ. ചന്ദ്രശേഖരൻ നായർ.